എമ്പുരാന് വൻ ബുക്കിംഗ്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലമായി. ബുക്കിംഗ് ആരംഭിച്ച് അരമണിക്കൂറിനുള്ളിൽ പ്രധാന തിയേറ്ററുകളിലെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായി. 6 മണിക്കുള്ള ഷോയ്ക്ക് ടിക്കറ്റ് ലഭിക്കാനില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഭവ്യ പാർവതിയും ഹരികൃഷ്ണനും ആണ് ചേരുന്നത്. ഭവ്യ, വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. വലിയ ഹൈപ്പാണ് ചിത്രത്തിന് അതിന്റെ റിലീസിങ്ങിന് മുമ്പ്, ഒരാഴ്ച മുമ്പ് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ടിക്കറ്റുകളുടെ ലഭ്യത, ടിക്കറ്റുകളെല്ലാം വിറ്റഴിക്കപ്പെടുന്നു. ഈ ആപ്പുകൾ വരെ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് വിവരങ്ങൾ? മലയാളികളെ സംബന്ധിച്ച് ഇത് നമുക്കൊരു പുതിയ അനുഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മലയാളികളെല്ലാവരും, അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമാ ആരാധകർ, സിനിമാ പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ. അത് മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തുകയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാ ഷോയും ഫുള്ളാകുന്നു, അല്ലെങ്കിൽ ആരംഭിച്ച ഉടൻ തന്നെ, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ എല്ലാ ഷോയും, എല്ലാ തിയേറ്ററുകളും ഫുള്ളാകും ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ, ഫാൻ ഷോ ആരംഭിക്കുന്നത്. ആ ഷോയ്ക്ക് പോലും ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളായ ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളൊക്കെ രാവിലെ തന്നെ ക്രാഷ് ആയൊരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. അത് അരമണിക്കൂറിന് ശേഷം അത് പരിഹരിച്ചെങ്കിൽ പോലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോലും എമ്പുരാൻ എന്ന സിനിമ അത് അത്രമാത്രം പ്രതീക്ഷകൾ നൽകുന്നു മലയാളത്തിന് എന്ന് വേണം നമ്മൾ കരുതാൻ. അത്രമാത്രം ആരാധകർ, പ്രേക്ഷകർ കാത്തിരിക്കുന്നു ആ ഒരു സിനിമയ്ക്കായി എന്നത് തന്നെയാണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത സാഹചര്യം സൂചിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും പുതിയ വിവരം അത് തന്നെയാണ്. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകളും കേരളത്തിലെ എല്ലാ പ്രധാന തിയേറ്ററുകളിലും ഷോ അത് ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 മണിക്കുള്ള ഷോയ്ക്ക് എവിടെയും ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളെല്ലാം ക്രാഷ് ആയിരുന്നു. അതെല്ലാം പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്തായാലും മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് എമ്പുരാൻ എന്നത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും മലയാളികൾ കാത്തിരിക്കുകയാണ് 27-ാം തീയതിക്കായി. മലയാളത്തിൽ എന്ത് മാറ്റമാണ് എമ്പുരാൻ എന്ന സിനിമ, പൃഥ്വിരാജിൻ്റെ മുരളീഗോപി രചിച്ച ആ ഒരു സിനിമ എന്ത് മാറ്റമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്, കളക്ഷനുകൾ റെക്കോർഡിടും എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചൊരു സാഹചര്യമുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഈ ഒരു ക്രാഷ് സൂചിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും നമുക്കറിയാം, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകൾ ചിത്രം പ്രദർശനത്തിനെത്തുകയാണ്. ഏറ്റവും പ്രധാനമായി ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ മാർക്കറ്റുകളിലൊക്കെ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും റെക്കോർഡ് പ്രീ സെയിൽ നേടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ബുക്കിംഗ് ആരംഭിക്കുന്ന സമയത്ത് പൂർണ്ണമായും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. എല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും എമ്പുരാൻ പോയി തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്തായാലും ആരാധകർ ആ ഒരു ഷോ ഇപ്പോൾ തന്നെ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഷോ ഹൗസ്ഫുൾ ആയിരിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ടിക്കറ്റുകൾ എങ്ങും കിട്ടാനില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും 27-ന് റിലീസ് എടുക്കാൻ തയ്യാറെടുക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും ഉയർന്ന സ്വീകാര്യതയായിരിക്കും ഒരു പക്ഷേ എമ്പുരാന് ലഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും വലിയൊരു പാൻ ഇന്ത്യൻ ആഗോള ചിത്രമായി എമ്പുരാൻ മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർ നേരത്തെ മുതൽ പങ്കുവച്ചത്. പൃഥ്വിരാജ്, മുരളീഗോപി, നിർമ്മാതാക്കൾ ആന്റണി പെരുമ്പാവൂർ എന്നിവരൊക്കെ നേരത്തെ തന്നെ ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിരുന്ന ഒരു ഏറ്റവും വലിയ മലയാളികൾ സ്വീകരിക്കുന്ന, രാജ്യം സ്വീകരിക്കുന്ന മുഴുവൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി എമ്പുരാൻ മാറുമെന്ന് നേരത്തെ തന്നെ ആന്റണി പെരുമ്പാവൂരടക്കം പങ്കുവച്ചിരുന്നു. എന്തായാലും 2025 നമുക്കറിയാം, ജനുവരി 26-നാണ് ആദ്യ ടീസർ എമ്പുരാൻ പുറത്തുവിട്ടത്. ആ ടീസർ തന്നെ ആരാധകർ ഇത്തരത്തിലാണ് ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ്. ഇരു കൈയും നീട്ടി എമ്പുരാൻ്റെ ടീസർ ഏറ്റെടുക്കുകയായിരുന്നു. മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ആ ടീസർ എത്തിയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇരു കൈയും നീട്ടി അതും ട്രെയിലറും ആരാധകർ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് എമ്പുരാൻ്റെ ട്രെയിലറിനായി കാത്തിരുന്നത്. ആ ട്രെയിലറും എത്തി. ഇനി എന്തായാലും മാർച്ച് 27-ന് ചിത്രം റിലീസിനെത്തുകയാണ്. ഇപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഭവ്യ സൂചിപ്പിക്കുന്നത് പോലെ ഈ എമ്പുരാൻ എന്നത് അതിന്റെ ചിത്രീകരണത്തിന് മുമ്പ് തന്നെ വാർത്തകളിൽ ഇടം നേടിയ, പ്രേക്ഷകർ വളരെ കൃത്യമായി കാത്തിരിക്കുന്ന ചിത്രമാണ്. ആ കാത്തിരിപ്പിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ റിലീസിംഗ് അനൗൺസ്മെന്റ്, അതിനുശേഷമുള്ള ടിക്കറ്റ് ബുക്കിംഗ്, അത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ ഷോകൾ
അത് പൂർണ്ണമായും ടിക്കറ്റ് വിറ്റുപോകുന്ന ഒരു സാഹചര്യം ആണുള്ളത്. അത്രമേൽ വലിയ വരവേൽപ്പാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണൻ. അഭിലാഷ്, ഇത് ചരിത്രമാണ് അഭിലാഷ്. കാരണം കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിടുമ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം 1,20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. ആലോചിച്ച് നോക്കി, ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഇനീഷ്യല് ഇതുവരെ ഉണ്ടായിട്ടില്ല. 1 മണിക്കൂറിൽ മാത്രം 1,20,000 എന്ന ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു 8:50-8:55 ആയപ്പോഴേക്കും ഇന്ത്യയിലുള്ള പല തിയേറ്ററുകളിലേക്കും ടിക്കറ്റ് ആരംഭിച്ചിരുന്നു. പല തിയേറ്ററുകളും അത് ഓപ്പൺ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ സൂചിപ്പിക്കേണ്ടത് തിരുവനന്തപുരം ഏരിയസ്പെക്സ് തിയേറ്റർ, അതിനകത്ത് 4 മിനിറ്റ് കൊണ്ടാണ് ആദ്യ ദിനത്തിലെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയത് എന്നുള്ളതാണ്. അതും ഇത് ഒരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് പോലും, പ്രത്യേകിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ നമ്മൾ ബാഹുബലി ആവട്ടെ, KGF ചാപ്റ്റർ 2 ഉൾപ്പെടെയുള്ള സിനിമകളും, കിങ് ഓഫ് കൊത്ത, ഇതൊക്കെ തന്നെയായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഹൗസ്ഫുൾ ആയ സിനിമകൾ. അതെല്ലാം ഇപ്പോൾ എമ്പുരാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 1,20,000 ടിക്കറ്റുകൾ എടുത്ത് സൂചിപ്പിക്കുന്നത് സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദറും അതേ സമയത്ത് റിലീസ് ആവുന്നുണ്ട്. അതും ആ റെക്കോർഡും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എമ്പുരാന്റെ കുതിപ്പ് തുടങ്ങുന്നത്. ഈ ബുക്കിംഗ് 9 മണിക്ക് ആരംഭിച്ചിരുന്ന ആ ബുക്കിംഗ് 9:10 മണിക്ക് തന്നെ പലരും സീറ്റ് സെലക്ട് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് അടിക്കുമ്പോഴേക്കും ക്രാഷ് ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. അങ്ങനെ ആദ്യ ഷോ, പ്രത്യേകിച്ച് 6 മണിക്കുള്ള ഷോയ്ക്കൊന്നും ഒരു തിയേറ്ററും ചാർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം ഒട്ടാകെ ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളെല്ലാം തന്നെ, നമ്മൾ കൊച്ചി എടുത്താലും കോഴിക്കോട് എടുത്താലും തിരുവനന്തപുരം എടുത്താൽ പോലും ഈ 3 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച്, പാലക്കാടും, ഈ 4 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് 6 മണിക്കുള്ള എല്ലാ തിയേറ്ററുകളിലെയും ഷോകൾ ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ബുക്കിംഗ് ആപ്പുകളിലേക്ക് ഇത് തിരയുമ്പോൾ പോലും 6 മണിക്കുള്ള ഷോ പലയിടത്തും ലഭ്യമല്ല. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും തന്നെ ബാക്കിയുള്ള ഷോകൾ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ 9 മണിയായാലും 12 മണി മാറ്റിനി ഷോ, അല്ലെങ്കിൽ ഫാമിലി കയറാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഉൾപ്പെടെ ഉള്ളതിൽ പോലും ഹെവി ബുക്കിംഗ് ആണ് പലയിടത്തും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു സെന്ററിൽ പോലും പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് സിറ്റി സർക്കിളിൽ ടിക്കറ്റ് ഇല്ലാത്തൊരവസ്ഥ. അങ്ങ് ഇപ്പൊ നമ്മളൊരു റൂറൽ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങ് സിറ്റി മാറി നിൽക്കുന്ന ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ മാറി നിൽക്കുന്നിടത്ത് പോലും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മളൊരു ജോഗ്രഫിക്കലി സംസാരിക്കുമ്പോൾ പോലും ഒരു ബോർഡർ ലൈൻ നിൽക്കുന്ന സ്ഥലത്ത് തിയേറ്ററിൽ പോലും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ്. പലയിടത്തും ക്രാഷ് ഡൗൺ ആയി പോവുകയാണ് ഇപ്പോഴും സെന്ററുകൾ, ബുക്കിംഗ് ആപ്പുകൾ എന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിനത്തിൽ പോട്ടെ, നമുക്ക് ആദ്യ ദിനം മാറ്റി വെച്ചുകൊണ്ട് ആദ്യ ദിനത്തിൽ പല ഷോ ഹൗസ്ഫുൾ ആവുന്നത് സ്ഥിരം കാഴ്ചയാണ്. രണ്ടാം ദിനം ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. 2ാം ദിനത്തിൽ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് അഭിലാഷ്. ഈ ഹൈപ്പ് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് പറയേണ്ടത്. വെറുതെ ഇതൊരു മലയാള സിനിമയ്ക്ക് വെറുതെ ഉണ്ടാക്കുന്ന ഹൈപ്പ് അല്ലാണ്ട് ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതിന്റെ കൃത്യമായ ധാരണയിലേക്ക് തന്നെയാണ് 2ാം ദിനത്തിലെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൂചിപ്പിക്കേണ്ടത്. 2ാം ദിനത്തിലെ കളക്ഷനിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. ഇപ്പോഴും ചില ടിക്കറ്റുകൾ മാത്രമാണ് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജ് 9 മണിക്ക് ഇതിൽ ഹരി, സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാമല്ലോ, ഇത്തരം ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ടൈമുകൾ മാറ്റി നിശ്ചയിക്കാറുണ്ട്. സാധാരണ തിയേറ്ററിലെ പ്രദർശന സമയത്തിനപ്പുറത്ത് കൂടുതൽ ഷോകൾ അടക്കം നടത്താറുണ്ട്. ഈ സിനിമയുടെ റിലീസ് അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല വിവിധ ഭാഷകളിൽ ആണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ടൈമിങ്ങുകൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടാകും. എങ്കിലും കേരളത്തിൽ ഈ പ്രദർശന സമയങ്ങളിൽ തുടക്കത്തിലെ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടോ? അഭിലാഷ്, അതായത് 6 മണിക്ക് ആണ് കൃത്യമായിട്ട് കേരളത്തിലെ ആദ്യ ഷോ ആരംഭിക്കുന്നത്. അതേ ജോഗ്രഫിക്കൽ ടൈം ലൈനിൽ തന്നെ മറ്റ് രാജ്യങ്ങളിലും അത് ഇങ്ങനെയാണോ ആരംഭിക്കുന്നത്, എല്ലായിടത്തും ഒരേ സമയത്ത് തുടങ്ങുന്ന രീതിയിലേക്കാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എമ്പുരാൻ ടീം നൽകിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണോ ഷോ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റിടങ്ങളിലും അതേ സമയത്ത് തന്നെയായിരിക്കാം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 6 മണി എങ്ങനെയാണോ മറ്റ് രാജ്യങ്ങളിലാവട്ടെ സ്ഥലങ്ങളിൽ ആ ടൈം സോണിൽ എങ്ങനെയായിരിക്കും അവിടെ അതുപോലെ തന്നെ ആയിരിക്കും തുടങ്ങുന്നത് എന്നുള്ളത് പറയാം. പക്ഷേ ഇപ്പോൾ ഇതിന് 9 മണിക്ക് നമ്മൾ ഈ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്കും വേണ്ടി മാത്രം വരുമ്പോഴേക്കും ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ബുക്കിംഗ് തന്നെയാണ് ആദ്യ മണിക്കൂറിൽ പിന്നിടുമ്പോഴേക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളൊരു വലിയ ചോദ്യത്തിൽ നിൽക്കുകയാണ് മലയാളി പ്രേക്ഷകർ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രം ലിയോയാണ്. വിജയ് നായകനായ ലിയോ എന്ന ചിത്രമാണ്. അതൊരു തമിഴ്നാട് ഒരു ചിത്രമാണ്, ഒരു അന്യഭാഷ ചിത്രമാണ്, തമിഴ് ചിത്രമാണ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിനം കളക്ഷൻ നേടിയ ചിത്രം. ഏകദേശം
ഏകദേശം 12,60,00,000 രൂപയാണ് ആദ്യ ദിനത്തിൽ ആ ചിത്രം നേടിയത്. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കാം എമ്പുരാൻ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ആദ്യ ദിനത്തിൽ 6 മണിക്ക് ഷോ ആരംഭിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറോളമാണ്. ഇതിന്റെ ബുക്കിംഗ് തടസ്സപ്പെടുന്നു. കാരണം പലരും ഈ 9 മണിക്ക് തന്നെ, നമ്മളറിയാം ട്രെയിലർ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ് അർദ്ധരാത്രി വന്നതാണ്. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് 9 മണിക്ക് ആരംഭിക്കുമെന്ന് കരുതിയെങ്കിൽ പോലും പലരും 9 മണിക്ക് നേരത്തെയായിട്ട് തന്നെ പല ബുക്കിംഗ് സൈറ്റുകളിലൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ച ഷോ ഒന്നും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു തിയേറ്ററെങ്കിലും കിട്ടി ആദ്യ ദിനം സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടാണ് ആദ്യ ദിനത്തിൽ തന്നെ ഇത്രയധികം ബുക്കിംഗ് വരുന്നത്, പ്രത്യേകിച്ച് ആദ്യ ഷോയ്ക്ക് പോലും. കാരണം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പോസ്റ്റ് ചെയ്ത് ലീക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ആദ്യ ഷോ ആദ്യ ദിനത്തിൽ തന്നെ കാണാനും ഒക്കെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരും ഈ ബുക്കിംഗ് ലക്ഷ്യമിട്ടുകൊണ്ടും വരുന്നത്. പക്ഷേ ഇതുവരെ ചരിത്രത്തിൽ മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ബുക്കിംഗ് നമ്മൾ വിജയ് ചിത്രങ്ങളിലൊക്കെ മാത്രമാണ്. വിജയ് ചിത്രത്തിൽ നമ്മൾ കാണാറുള്ള ഒരു പതിവ് കാഴ്ചയായിട്ട് വേണമെങ്കിൽ ഇത് പറയാം. ഇതുപോലെ ഒരു വലിയ ഹൈപ്പിൽ വരുന്ന ഒരു വിജയ് ചിത്രത്തിന് കേരളത്തിൽ ഇതുപോലുള്ള ഒരു ബുക്കിംഗ് നേടുക, അതിന്റെ ഉദാഹരണമാണ് ലിയോ എന്ന ചിത്രത്തിൽ ഞാൻ പറഞ്ഞത്. ആദ്യ ദിനത്തിൽ 12 കോടിയോളം നേടിയ ആ ചിത്രം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ ഒരു മലയാളം സിനിമയ്ക്ക് ഇത്ര വലിയൊരു ബുക്കിംഗ് നമ്മൾ 2019 ലൂസിഫർ എടുത്ത് നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു തരംഗം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഡേ ടിക്കറ്റ്, ഫസ്റ്റ് ഷോ കിട്ടിയവർക്കൊക്കെ ഭാഗ്യവാന്മാരെന്ന് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കാരണം പലരും അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ ബുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി കാത്തു നിന്നിട്ട് അവസാനം ആ പ്രതീക്ഷിച്ച ഷോയ്ക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം. ഞാൻ പറയുന്നത് ബൾക്ക് ബുക്കിംഗ് പോലുമല്ല, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പാടുപെടുന്നവർ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ ഈ ബുക്കിംഗ് ആരംഭിച്ചിട്ട് പല ഗ്രൂപ്പുകളിലും സിനിമാ ഗ്രൂപ്പുകളിലും ഒക്കെ ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ പോലും അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ആർക്കെങ്കിലും ടിക്കറ്റ് കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. കാരണം 6 മണിക്കുള്ള ഷോയ്ക്ക്, ആദ്യ ഷോ ആരംഭിക്കുന്നത് 6 മണിക്കാണ്. അത് ഫാൻസുകാരുടെ ഷോ ആണ്. അതൊന്നും പല തിയേറ്ററുകളും ചാർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ ഓൾറെഡി നേരത്തെ ബൾക്കായിട്ട് തന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ 9:00-ക്കോ 12 മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഉള്ള ഷോയ്ക്ക്, മാറ്റിനിക്ക് ഉൾപ്പെടെയുള്ള ഷോകൾക്ക് പോലും ആദ്യ ദിനത്തിൽ ടിക്കറ്റേ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ടിക്കറ്റ് കിട്ടിയവരുണ്ടെങ്കിൽ അത് ഒന്നുകിൽ 9:15 ബുക്ക് ചെയ്തതായിരിക്കാം. കാരണം ഈ ബുക്കിംഗ് ആപ്പുകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ടിക്കറ്റ് ന്യൂ, ബുക്ക് മൈ ഷോ, പേടിഎം അങ്ങനെ തുടങ്ങി നിരവധി ബുക്കിംഗ് ആപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിലെല്ലായിടത്തും തന്നെ ക്രാഷ് ഡൗൺ ആവുന്ന അവസ്ഥയിലേക്ക് ഒരു മലയാള സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ അത്ഭുതകരവും കൗതുകകരമായ കാഴ്ച. കാരണം ഹരികൃഷ്ണൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മലയാള സിനിമ എന്നതൊരു ചെറിയ ഓഡിയൻസിന്റെ ഇത് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ എന്നതല്ല, ഇന്ത്യക്ക് പുറത്തുമൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന തരത്തിലേക്ക് മലയാള സിനിമ മാറുന്നുണ്ട്. അതിൽ തന്നെ ചരിത്രം കുറിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രമാണ് എമ്പുരാൻ. അതിൻ്റെ വരവേൽപ്പ് അങ്ങേയറ്റം പ്രേക്ഷക ശ്രദ്ധയോടുകൂടി തന്നെയാണ്. പ്രേക്ഷകരുടെ വലിയ തിരക്ക് ഈ ചിത്രം കാണുന്നതിന് വേണ്ടി ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ബുക്കിംഗ് ആപ്പുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നില്ല എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്.